നമസ്കാരം. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രത്തോടൊപ്പം ഇന്ത്യൻ പേരുകളുമായി നിരവധി വോട്ടുകൾ. ഒരാൾക്ക് പല വിലാസത്തിൽ വോട്ടുകൾ, യു പിയിൽ നിന്നുള്ളവർക്ക് ഹരിയാനയിൽ വോട്ട്. ആകെ വോട്ടർമാരിൽ 8-1 കള്ളവോട്ടാണ്. ഹരിയാനയിൽ എങ്ങനെയാണ് വോട്ട് ചോരി നടന്നതെന്ന് നല്ല വെടിപ്പായി രാഹുൽ ഗാന്ധി തെളിയിച്ചിട്ടുണ്ട്. വോട്ട് ചോരി എങ്ങനെ നടന്നുവെന്ന BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ വിശദീകരണവും തെളിവായി ഇന്ന് രാഹുൽ ഹാജരാക്കി. ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇന്നലെ തിരക്ക് കാരണം കോടതി വാദം കേട്ടേയില്ല. നാളെ ബീഹാറിൽ പോളിംഗാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇനിയും മറുപടിയില്ല. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നത് ആരാണ്? ഇന്ത്യ ഒരു അർദ്ധ ജനാധിപത്യ രാജ്യമായി മാറുകയാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, CPM വക്താവ് പ്രകാശൻ മാസ്റ്റർ, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവർ. ആദ്യം ഷാബുവിലേക്ക്. ഷാബു, ഇന്ന് രാഹുൽ ഗാന്ധി കർണാടകയിലെ 2 മണ്ഡലങ്ങളിലെ വിശദാംശങ്ങളിൽ ആരോപണം ഉന്നയിച്ച ശേഷം ഇന്ന് ഹരിയാനയിലേക്കാണ് വന്നിട്ടുള്ളത്. H ബോംബ് എന്നാണ് അദ്ദേഹം, H ഫയൽസ് എന്നാണ് വിളിക്കുന്നത് അതിനെ. അദ്ദേഹം ഉന്നയിച്ച തെളിവുകൾക്ക് കൊറാബറേറ്റീവ് എവിഡൻ്റായി ഇന്ന് B. ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റൊക്കെ അദ്ദേഹം കേൾപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല മറുപടി പറയുന്നത്, BJP നേതാക്കളാണ്. ഇന്ന് മറുപടി പറഞ്ഞത് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു ആണ്. രാഹുൽ ഗാന്ധി ഇങ്ങനെ വ്യാജ കത്തും വീഡിയോയൊക്കെ ഉണ്ടാക്കുന്നു, ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റ് ഉൾപ്പെടെ വ്യാജമാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. കമ്മീഷനെതിരായിട്ടുള്ള ആരോപണത്തിന് എന്തിനാണ് BJP മറുപടി പറയുന്നത്? ഷാബു, ഞാനൊരു കാര്യം ആദ്യം പറയാം. കമ്മീഷനെതിരെയുള്ള ആരോപണത്തിന് എന്തിനാണ് BJP മറുപടി പറയുന്നത് വെച്ചാൽ, കമ്മീഷനെതിരെയുള്ള ആരോപണം എന്തിനാണ് നിങ്ങൾ ഏറ്റുപിടിക്കുന്നത്? അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇടപെടാനും രാജ്യത്ത് നടക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആരോപണം, ആ ആരോപണത്തിനോട് പ്രതികരിക്കാൻ നിങ്ങൾക്കുള്ള, ഇവിടെ ഈ രാജ്യത്തുള്ള ഓരോ പൗരനുള്ള അവകാശം BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാവുമല്ലോ. അത്രയല്ലേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അസ്വാഭാവികതയൊന്നും തോന്നേണ്ട കാര്യമില്ല. എല്ലാവരും അനുകൂലമായിട്ട്, ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ പ്രതികൂലമായിട്ട് പ്രതികരിക്കുന്നു, BJP അനുകൂലമായിട്ട് പ്രതികരിക്കുന്നു. എന്താ അതിൻ്റെ അകത്ത് പ്രശ്നം? ബ്രസീലിൽ നിന്നുള്ളൊരു മോഡലിന്റെ ഫോട്ടോ വെച്ച് 22 സ്ഥലത്ത് വോട്ട് ചെയ്തു എന്ന് പ്രതിപക്ഷ ആരോപിക്കുകയാണ്. അതിന്റെ ഗുണഭോക്താക്കൾ BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സംഭവം നടന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുമ്പോൾ അതിൽ BJPക്ക് ഒരു പ്രശ്നം വേണ്ടേ? അങ്ങനെ വോട്ട് ഇടുന്നില്ല, കോൺഗ്രസിനെ വോട്ട് ചെയ്തെങ്കിൽ അത് കള്ളവോട്ടല്ലേ? അങ്ങനെ ഒരു പ്രശ്നം പോലും BJPക്ക് ഇല്ല. അല്ലല്ല, ഞാൻ പറയുന്നതല്ല. ഇപ്പൊ അതവിടെ നിൽക്കട്ടെ, BJPയുടെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ. ഞാൻ പറയുന്നതല്ല. ഞാൻ 100% ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെ പൂർണ്ണമായും ഞാൻ മുഖവിലയ്ക്ക് തന്നെ എടുക്കുന്നു. അത് സത്യമാണെന്ന് തന്നെ ഞാൻ അംഗീകരിക്കുന്നു. അപ്പോ വാട്ട് നെക്സ്റ്റ്? രാഹുൽ ഗാന്ധി ഇതുപോലെ വളരെ ചെറിയ കാര്യമൊന്നുമല്ല. ഒരാള്, അതായത് 7 മണിക്കൂറിനുള്ളിൽ 22 ബൂത്തുകളിലായി 22 തവണ വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരു ജനാധിപത്യ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിവേരളക്കുന്ന കാര്യമാണ്. ഒരു ബ്രസീലിയൻ മോഡൽ ഇന്ത്യയിൽ വന്ന് ഇത്രയും ഒറ്റ ദിവസം കൊണ്ട് 22 ബൂത്തുകളിലായി 22 വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സീരിയസ് ആണ്. ഞാനതിനെ അംഗീകരിക്കുന്നു. ആ വാദത്തിനെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വത്തോടെ മാധ്യമങ്ങളോട് പറയുന്ന കാര്യത്തിനെ അങ്ങനെ അവഗണിക്കാനൊന്നും കഴിയില്ല. പക്ഷേ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് അത് പറയും. ഇനി ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി അല്ല ഷാബു പ്രസാദ്, ഇനി ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ല. വാട്ട് നെക്സ്റ്റ് എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ സത്യസന്ധമല്ല, അത് വ്യാജമാണെന്ന് തെളിയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മിണ്ടിയിട്ടില്ല. ഈ ബ്രസീൽ മോഡലിന്റെ ചിത്രം വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞാൽ പോരെ? രാഹുൽ ഗാന്ധി ചമ്മിപ്പോയില്ലേ? അത് പറഞ്ഞാൽ പോരെ? അല്ലല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണെന്നേ. ഇപ്പം ഈ വാട്ട് നെക്സ്റ്റ് എന്ന് ഷാബു പ്രസാദ് ചോദിച്ചുകൊണ്ട് പറയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആക്ട് ചെയ്യേണ്ടത്. ആക്ട് ചെയ്യുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടകയിൽ ആക്ട് ചെയ്തില്ല, ഹരിയാനയിലും ആക്ട് ചെയ്യുന്നില്ല. അല്ല, നിങ്ങൾ, രാഹുൽ ഗാന്ധിയോ നിങ്ങളോ ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നോ ഈ കേന്ദ്ര സർക്കാരിൽ നിന്നോ നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ ജിംസെ? അത് നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഷാബു പ്രസാദ്. ഭരണഘടനാപരമായി തെരഞ്ഞെടുപ്പ് സത്യസന്ധമായി നടത്താനുള്ള ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു കാര്യം പറയുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തള്ളിക്കളയുന്നില്ല, മിണ്ടുന്നില്ല. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് വ്യാജ ആരോപണങ്ങളാണെന്ന് തെളിയിച്ചാൽ മതി. ബ്രസീൽ മോഡൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇല്ല, രാഹുൽ ഗാന്ധി നുണ പറയുകയാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അല്ലെന്ന് ഇവിടുത്തെ ഭീകര ഭരണകൂടത്തിന്റെ പ്രതിനിധീകരിച്ച് ഈ വോട്ട്, നമ്മുടെ ജനാധിപത്യ സംവിധാനം മുഴുവനും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. അവർ പ്രതികരിക്കാനൊട്ട് തയ്യാറുമല്ല. അവരിൽ നിന്ന് നീതിയൊട്ട് കിട്ടുകയുമില്ല. അപ്പോൾ ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് മാത്രമല്ലേ ആലോചിച്ചാൽ പോരെ
അപ്പൊ ഷാബു ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നു. ഈ ഭരണകൂടം ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്കുന്നൊക്കെ സമ്മതിക്കുകയാണ്, മുഖവിലക്ക് എടുക്കുകയാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വാട്ട് നെക്സ്റ്റ് എന്നല്ലേ ചോദ്യം. വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് നടപടി കാണണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഷാവു പ്രസാദിന്റെ അഭിപ്രായം എന്താ? വാട്ട് നെക്സ്റ്റ്? ഷാവു പ്രസാദ്, വാട്ട് നെക്സ്റ്റ്? താങ്കളുടെ അഭിപ്രായത്തിനോടും നിങ്ങളുടെ നിലപാടിനോടും ഒപ്പമാണ് ഞാൻ. ഇത് വലിയ ഭീകരമായ സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടില്ല. കാര്യം അതൊരു എനിക്കോ രാഹുൽ ഗാന്ധിയോ കിട്ടേണ്ട നീതിയല്ല ഷാവു പ്രസാദ്. ഈ ബ്രസീൽ മോഡൽ വന്നത് BJP-ക്ക് എതിരെ വോട്ട് ചെയ്യാനാണെങ്കിലും BJP-ക്കും വേണ്ട നീതി. അല്ല, ഞാനതല്ല പറയുന്നത്. ബ്രസീൽ മോഡൽ വന്നിരിക്കുന്നത് BJP-ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇത് രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവനും ശരിയാണ്. ഇങ്ങനെ ഒരു ഭീകര ഭരണകൂടം ഇവിടെ ഇരിക്കുന്നു. ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടം ഇവിടെ ഇരുന്ന് ഈ ജനാധിപത്യത്തിനെ മുഴുവനും പച്ചക്കെട്ടിമുറിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി കാര്യം ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ബാക്കിയുടെ ചെയ്യണ്ടേ? രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണമെന്നാണ് ഷാവു പ്രസാദിന് തോന്നുന്നത്? അല്ല, എനിക്ക് പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി ഇത്രയും പറഞ്ഞത് ചെയ്തത് രാഹുൽ ഗാന്ധി. ഓക്കെ, അപ്പൊ രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചു. ഇതൊരു ഫാഷിസ്റ്റ് ഭരണകൂടമാണെന്ന് സർക്കാസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. സർക്കാസ്റ്റിക് ആയിട്ടാണെങ്കിലും ഷാവു പ്രസാദ് അംഗീകരിച്ചു. വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഷാവു പ്രസാദിന് ഉത്തരവില്ല. അത് രാഹുൽ ഗാന്ധി കണ്ടെത്തട്ടെ. വാട്ട് നെക്സ്റ്റ് എന്ന് രാഹുൽ ഗാന്ധി പറയട്ടെ എന്നാണ് ഷാവു പ്രസാദ് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ സർക്കാസ്റ്റിക് ആവുന്നത്? നിങ്ങൾ എന്തിനാ അതിനെ അങ്ങനെ വായിക്കുന്നത്? ഷാബുവിൽ നിന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടല്ലോ സംസാരിക്കുന്നത്. ഷാബുവിൽ നിന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുന്നത് കേൾക്കുന്നത്. അല്ല, ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പുതിയൊരു ബോധോദയം ഉണ്ടാകും. മനുഷ്യർക്ക് മനംമാറ്റമൊക്കെ വരില്ലേ ജിംസെ? ഞാൻ ഇപ്പോഴാണ് ബോധവാനായത്. രാഹുൽ ഗാന്ധി എന്ന ആ മഹാനായ പ്രതിപക്ഷ നേതാവിന്റെ ആ കഷ്ടപ്പെട്ട് അദ്ദേഹം ഈ അവതരിപ്പിച്ച സംഭവം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് മോദി ഏറ്റവും വലിയൊരു ഫാസിസ്റ്റ് ആയിരുന്നു. ഞാനത് എന്റെ തെറ്റായിരുന്നു, ഞാൻ അദ്ദേഹത്തിനെ ന്യായീകരിച്ചത്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഈ രാജ്യം. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഷാബു പ്രസാദ് ഇനി എന്ത് ചെയ്യണം? അല്ല, ഷാബു പ്രസാദ് ഇപ്പോൾ തന്നെ അടിയന്തരമായിട്ട് നരേന്ദ്രമോദി മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിൻ്റെ പുറത്താണ് കസേരയിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത്, രാജിവെക്കണമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ടല്ലോ, സംശയമുണ്ടല്ലോ. അപ്പോൾ ആ സംശയം ഈ രാജ്യത്തെ പൗരബോധമുള്ള മുഴുവൻ ആളുകൾക്കുള്ളതാണ്. അപ്പോൾ പൗരബോധം അല്ല ഞാൻ പറഞ്ഞോട്ടെ താങ്കൾക്കും ആശങ്കയുള്ളപ്പോൾ എനിക്കും അത്തരത്തിലുള്ളൊരു ആശങ്കയുണ്ട്. അപ്പോൾ ആശങ്കയുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഭരണ സംവിധാനത്തിന് തെരഞ്ഞെടുപ്പിന് സംശയമുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷണർ പരസ്യമായിട്ട് മറുപടി പറഞ്ഞു മാപ്പ് പറയണമെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഏത് ഇലക്ഷൻ കമ്മീഷണറാണ്? രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഭൂമി കുംഭകോണത്തിൽ ആരോപണം നേരിട്ട ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. അപ്പോൾ അവരൊക്കെ ഉത്തരവാദിത്വത്തോടെ മറുപടി പറയുകയും അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാജിവെക്കണം എന്നും പറഞ്ഞു പോകണമെന്നാണ്. അതുകൂടി താങ്കൾ പറഞ്ഞാൽ പൂർത്തിയായി. അല്ലെങ്കിൽ താങ്കൾ ആക്ഷേപിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചു പോകും. ഇനി അജിംസ, എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് റേഷൻ കിട്ടണം. അജിംസെ ഈ രാജ്യത്ത് അല്ല ഞാൻ പറയാം താങ്കൾ അസ്വസ്ഥമാകല്ലേ. നമ്മൾ നരേന്ദ്രമോദിയെ കുറിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടും ആണല്ലോ പറയുന്നത്. താങ്കൾ അസ്വസ്ഥമാകണ്ട. താങ്കൾക്കുള്ള അതേ ആശങ്ക തന്നെയാണ് ഞാനും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യണ്ട. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് റേഷൻ കിട്ടണമെങ്കിൽ, അതായത് അതിദരിദ്ര പട്ടികയിലുള്ള സാധാരണ മനുഷ്യർക്ക് ഒരു നേരത്തെ അന്നം ഉറപ്പാക്കാൻ വേണ്ടി പോലും ബയോമെട്രിക് പഞ്ചിങ് സിസ്റ്റം കൊണ്ടുവന്ന ഒരു രാജ്യത്ത്, അജിംസ ശ്രദ്ധിക്കണം, റേഷൻ കിട്ടാൻ ബയോമെട്രിക് പഞ്ചിങ് കൊണ്ടുവന്ന ഒരു രാജ്യത്ത് ബ്രസീലിയൻ മോഡൽ ആയിട്ടുള്ള ആൾക്ക് പോലും വോട്ടവകാശം കിട്ടുന്നു എന്നുള്ളത് വല്ലാത്ത ദുര്യോഗമാണ്. അത് മാത്രമല്ല, ഈ രാജ്യത്തെ പൗരന്മാരെ അന്യവൽക്കരിക്കാൻ, അവരുടെ പൗരത്വം പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒളിച്ചു കിടത്തുന്ന SIR പദ്ധതി പോലും നടപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് ചെയ്ത ഒരുപാട് മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് അന്യവൽക്കരിക്കുന്ന SIR നടപ്പാക്കുന്ന ഒരു രാജ്യത്താണ് ബ്രസീലിയൻ മോഡലുകൾക്ക് വരെ വോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ, 10 ബൂത്തുകളിലായി 22 വോട്ട് ചെയ്ത ബ്രസീലിയൻ മോഡൽ ഉണ്ടെന്ന് പറയുമ്പോൾ ബി ജെ പി രാജ്യസ്നേഹം മൂത്ത് ബ്രസീലിയൻ ജനതാ പാർട്ടിയായി മാറിയിരിക്കുക. ഇത് ഭാരതീയ ജനതാ പാർട്ടിയല്ല, ബ്രസീലിയൻ ജനതാ പാർട്ടി. അല്ലെങ്കിൽ 5.25 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു. 1.25 ലക്ഷം ബ്ലർഡ് ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ള വോട്ടർ പട്ടികയിൽ വരുന്നു. 93,000-ഓളം വോട്ടർമാർക്ക് വീടില്ല ഹരിയാനയിൽ.
അപ്പൊ ഇവർ കക്കൂസ് പണി നടത്താൻ വന്ന ഗവൺമെന്റാണ്. പെട്രോളിന് വില വർദ്ധിപ്പിച്ചത് എന്തിനാ? കക്കൂസ് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാ. വീട് പണി പൂർത്തിയാക്കിയിട്ട് ബാക്കി കക്കൂസ് പണിയാൻ വന്ന ആളുകൾ 93,000 മനുഷ്യർക്ക്, വോട്ടർ പട്ടികയിൽ പേരുള്ള മനുഷ്യർക്ക് വീടില്ല. അതുകൊണ്ട് സീറോ വോട്ട് എന്ന് പറയുന്നു, സീറോ വീട്ട് നമ്പർ എന്ന് പറയുന്നു. 2 കോടി വോട്ടർമാരുള്ള വോട്ടർ പട്ടികയിൽ ഏകദേശം 25 ലക്ഷത്തോളം വ്യാജ വോട്ടർമാർ, 8-1 വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്. 12% വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്. ഇവിടെ ഷാബു പ്രസാദിന്റെ ചോദ്യമാണ്, ഈ പറഞ്ഞ ആളുകളൊക്കെ എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ പല ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്തെന്ന്? ഇവർ വോട്ട് ചെയ്തെന്ന് ആർക്കും ഉറപ്പ്? ഇവർ വോട്ട് ചെയ്തെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. ഇവർ നേരിട്ട് വന്ന് വോട്ട് ചെയ്തെന്ന് ആർക്കും ഉറപ്പ്? ഈ സിസ്റ്റത്തെക്കുറിച്ച് താങ്കൾക്കുള്ള സംശയം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ സംശയം, 8-1 മനുഷ്യൻ കള്ളവോട്ട് ചെയ്തു എന്നുള്ള സംശയം നിലനിൽക്കുമ്പോൾ അതിൻ്റെ തെളിവുകൾ സഹിതം ഫാക്ട് പുറത്തു വച്ചിട്ട് പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിക്കുന്നു. മറുപടിയില്ല. എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാത്തത്? ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് അജീബ് സേ. ഇവിടെ 10 ബൂത്തുകളിലെ 22 കള്ളവോട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസീലിയൻ മോഡലിന്റെ പേരിന് ഉപയോഗിച്ച ഒരു പേര് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ്. സത്യവതി ദേവി. ഏത്? ഇവിടെ ഗംഗ, ഗീത, സരസ്വതി, ഇങ്ങനെ കുറെ ദൈവനാമങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാജ വോട്ട് ഇവർ വോട്ട് ചേർത്തിട്ടുള്ളത്. കള്ള വോട്ട് ചേർക്കാൻ ദൈവനാമങ്ങൾ വരെ ഉപയോഗിക്കുന്ന BJP ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പാർട്ടി കൂടിയാണ്. രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ സകല രാമവിശ്വാസികളുമായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളുടെയും ആ വിശ്വാസത്തിന്റെ മേൽ കൊള്ളയടിച്ചിട്ട് രാമന്റെ മൂർത്തിയുടെ മേലേക്ക് വെള്ളം വീഴുന്ന രീതിയിൽ, മേൽക്കൂരയിൽ വരെ ഓട്ടയുണ്ടാകുന്ന രീതിയിൽ, മതിൽ കെട്ടിയതിൽ വരെ അഴിമതി നടത്തിയ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പാർട്ടിയായിട്ടുള്ള അവരെ പിന്തുണയ്ക്കുന്ന RSS അദൃശ്യ വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അധികാര സംവിധാനങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ അതിന്റെ സർക്കാസ്റ്റിക് ആയിട്ട് അതിനെ കാണുക. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരു മര്യാദ വേണ്ടേ? ഇവിടെ തൊട്ടടുത്ത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി സ്വന്തം ഡ്രൈവറെ പോലും വല്ലവന്റെ വീട്ടിൽ കള്ളവോട്ട് ചെയ്ത് വിജയിച്ചപ്പോൾ ഈ രാജ്യത്താകമാനുള്ള സംഖ്യകളെ, ആലത്തൂരിലെ ഒരു RSSകാരനെ, മലപ്പുറത്ത് ഒരു BJPക്കാരനെ വരെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്ത് സുരേഷ് ഗോപി ജയിച്ചു, മോഷ്ടിച്ചെടുക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ ബലത്തിലാണ് പാർലമെന്റിലേക്ക് പോയത് എന്ന് പറഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞെന്താ, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുമെന്ന്. ഇവര് ബ്രസീലിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു. ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടില്ല ജിംസെ, ഇത് കട്ടെടുത്ത വിജയമാണ്. ഇത് വോട്ട് ചോരി മാത്രമല്ല, സർക്കാർ ചോരിയാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് ഉത്തരവാദിത്ത ബോധത്തോടെയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ആക്ഷേപമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, 100 കണക്കിന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ലൈവായിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നു. മറുപടി വേണ്ടേ? അല്ല ജിൻഡോ, മറുപടി ഇല്ല. വാട്ട് നെക്സ്റ്റ് എന്നാണ് ഷാബു ചോദിക്കുന്നത്. നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ബീഹാറിൽ നാളെ വോട്ട് തുടങ്ങുകയാണ്. അല്ല, ബീഹാറിനെ കുറിച്ചും പറയണമല്ലോ. SIR കൊണ്ടുവന്ന് കള്ളവോട്ട് ഒഴിവാക്കുന്നതിന്റെ പേരിൽ 10-65 ലക്ഷം മനുഷ്യരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 10-65 ലക്ഷം മനുഷ്യരെ അന്യരാക്കി അവർ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണോ എന്നുള്ള സംശയം പോലും ജനിപ്പിച്ചുകൊണ്ട് ഒഴിവാക്കപ്പെട്ട ഒരു വോട്ടർ പട്ടിക വെച്ചിട്ടാണ് ബീഹാറിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി കൃത്യമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർ ചിന്തിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്തെ കോടതികളെ പോലും അവിശ്വസിക്കേണ്ട ഗതികേട് എത്തുകയാണ്. കോടതികൾക്ക് ഇത്തരം തർക്കങ്ങൾ, ഇത്തരം സംശയങ്ങൾ കോടതിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് തിരക്കിന്റെ മേലെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് പ്രാക്ടീസിന്റെ മേൽ കോടതികൾക്ക് പോലും ഇടപെടാൻ പറ്റാത്ത തിരക്കിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയായിട്ടുള്ള ജനങ്ങളുടെ മുമ്പിലാണ് പറയാനുള്ളത്. അത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഓരോ ഘട്ടമായിട്ട് ഇത്രയും കാലം സംശയം ഉണ്ടായിരുന്നത് ഓരോ ഫാക്ട് വെച്ച് യാഥാർത്ഥ്യങ്ങളുടെ ബലത്തിൽ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കും. ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ തെരുവ് നിറഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ ഇവിടെ ഉണ്ടാകും. ശരി, ശ്രീ പ്രകാശ് മാസ്റ്റർ, ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അവരൊരു പ്രൊജക്റ്റായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കർണാടക ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞു, ഹരിയാന വരുന്നു, ഇനി ഒരുപക്ഷെ മഹാരാഷ്ട്ര വരുമായിരിക്കും. അതിലൊരു ഹൈഡ്രജൻ ബോംബുണ്ടെന്നൊക്കെ പറയുന്നു. പുറത്തു വരുന്ന തെളിവുകൾ, ആ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളാണ്, ഇതുവരെ റെഫ്യൂട്ട് ചെയ്യപ്പെടാത്ത തെളിവുകളുമാണ്. ഓക്കെ, അതിനിടയിലാണ് ബീഹാറിൽ SIR നടക്കുന്നത്. SIRനെ കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ജീവിക്കുന്ന സാക്ഷികൾ കോടതിക്ക് മുമ്പിൽ തെളിവ് കൊടുക്കുന്നു. ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ SIR 4-ാം തീയതി ഇന്നലെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലും ഇത് സംഭവിക്കാം. ബീഹാറിൽ നടന്നത് കേരളത്തിൽ സംഭവിക്കാം. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും നടന്ന വോട്ട് ചോരി കേരളത്തിൽ സംഭവിക്കാം എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ തോറ്റത് 2ാം സ്ഥാനത്തെ LDF സ്ഥാനാർത്ഥിയുമാണ്. എങ്കിൽ ഈ SIR പ്രോസസ്സിനെ സംസ്ഥാന സർക്കാർ, LDF എങ്ങനെ നേരിടും? കോൺഗ്രസ് നിയമ നടപടിക്ക് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ SIR എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സംഗതിയല്ല. കഴിഞ്ഞ 11 വർഷക്കാലമായി
നമ്മുടെ രാജ്യത്ത് RSSന്റെ നേതൃത്വത്തിൽ ഹിന്ദു വർഗീയ ശക്തികൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ ഒടുവിലത്തെ ഒരു കാര്യം മാത്രമാണ് ഈ പറയുന്ന ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഞങ്ങളുടെ പാർട്ടി നേരത്തെ തന്നെ RSSനെയും അതുപോലെ സംഘപരിവാര ശക്തികളെയും വിലയിരുത്തിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ രാജ്യം ഒരുപാട് കാലമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, ഇത്തരം കാര്യങ്ങളോടൊന്നും ഒരു യോജിപ്പുമുള്ള പാർട്ടിയല്ല തുടക്കം മുതൽ, രൂപീകരിക്കപ്പെട്ട കാലം മുതൽ. അതുകൊണ്ട് അവർ ഇന്ത്യ രാജ്യത്ത് ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ നിലക്കുമുള്ള ശ്രമം നടത്തുമെന്നുള്ളത് വളരെ മുൻകരുതലോടെ ആ കാര്യങ്ങൾ ഇന്ത്യയോട് പ്രഖ്യാപിച്ചൊരു പാർട്ടി CPIM ആണ്. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഇക്കാലം അത്രയും ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു സംവിധാനമുള്ള കേന്ദ്ര ഭരണ സ്ഥാപനമാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാം കാഴ്ചപ്പാട്. ഭരണഘടനയിലും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ എങ്ങനെയാണ് BJP ഗവൺമെൻറ് സ്വീകരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രാജ്യത്തെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് 3 അംഗ കമ്മിറ്റിയെ നിശ്ചയിച്ചപ്പോൾ ആ 3 അംഗ കമ്മിറ്റിയിൽ നിന്ന് കോടതി ജഡ്ജിയെ മാറ്റിയിട്ട് പകരം അമിത്ഷാ പ്രതിഷ്ഠിച്ച ഒരു ഗവൺമെൻറ്റാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനും മറ്റെല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും വന്നതുപോലെ അവരുടെ കയ്യിലെ ഒരു രാഷ്ട്രീയ ചട്ടുകമാണ് ED പോലെ, അതുപോലെ CBI പോലെ, ഫിനാൻസ് കമ്മീഷനെ പോലെ, ഗവർണർമാരെ പോലെ അവരുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ. അത് അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു മത്സരാർത്ഥി ആരാ? നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളാകെ കോൺഗ്രസും CPM എല്ലാം ഉൾപ്പെടെ ഒറ്റക്കെട്ടായി ചെന്ന് പ്രസിഡന്റിനെ കണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് പരാതി കൊടുത്തു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അനങ്ങിയോ? നരേന്ദ്രമോദിക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ വന്നിട്ട് അദ്ദേഹത്തോട് ഒരു നോട്ടീസ് അയക്കാനുള്ള കരുത്ത് കാണിച്ചോ ഇലക്ഷൻ കമ്മീഷൻ? എന്നാൽ പ്രതിപക്ഷത്തിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപം വന്നാൽ എന്തൊരാവേശമായിരുന്നു എടുത്തിയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനല്ല, അത് BJPയുടെ കമ്മീഷനാണ്. അവർ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അവർ നേരത്തെ പാസ്സാക്കിയിട്ടുള്ള പൗരത്വ നിയമമുണ്ട്. പൗരത്വ നിയമം അനുസരിച്ച് അവർ കുടിയേറ്റക്കാർ എന്ന് കണക്കാക്കുന്ന എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം അടക്കമുള്ള ആളുകൾ അവർ ഇന്ത്യക്കാരല്ല. അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ബുൾഡോസർ ഉപയോഗിക്കുന്നു, അവരെ പുറത്താക്കാൻ വേണ്ടി നിയമങ്ങൾ ഉപയോഗിക്കുന്നു, കായികമായിട്ട് ആക്രമിച്ച് അവരെ ശരിപ്പെടുത്തി കളയുന്നു, ഒരു സ്ഥലത്ത് നാട്ടിയോടിക്കുന്നു. ഇപ്പോൾ നിയമപരമായിട്ട് അവരെ ഒഴിവാക്കാനുള്ള മാർഗം കണ്ടുപിടിച്ചിരിക്കുന്നു SIRലൂടെ. അതിൻ്റെ ഭാഗമാണ് ബീഹാറിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത 68 ലക്ഷം പേരെ അവർ ഒഴിവാക്കി. തങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ ഈ പറയുന്ന പോലെ ആളുകളെ അതിനകത്ത് അവർ ഉൾപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ കള്ള വോട്ടുകൾ, കേരളത്തിൽ ആ ലക്ഷ്യം. ഇപ്പൊ ബീഹാറിൽ കുറെ പേരുടെ വോട്ട് ഒഴിവാക്കി, കുറെ പേരുടെ വോട്ട് ചേർത്തിട്ടുണ്ട്. അത് കള്ളവോട്ടാണോ അല്ലയോ ഒന്നും ആർക്കും അറിയില്ല. ഒഴിവാക്കപ്പെട്ട മനുഷ്യർ എന്തായാലും ഉണ്ട്, അവർ രംഗത്തുണ്ട്. എൻ്റെ ചോദ്യം, കേരളത്തിൽ SIRന്റെ ലക്ഷ്യം എന്തായിരിക്കും? അവർ ഏതൊക്കെ മണ്ഡലങ്ങളിൽ വോട്ട് വെട്ടും, ഏതൊക്കെ മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. തങ്ങൾക്ക് BJPക്ക് ഇഷ്ടമില്ലാത്ത കുറേയേറെ വോട്ടർമാരെ ഒഴിവാക്കുക. അത് കേരളത്തിൽ നടക്കുമോ പ്രകാശ് മാസ്റ്റർ? അങ്ങനെ ഒരു ഡിലീഷൻ കേരളത്തിൽ നടക്കുമോ? ഇവിടെ വന്നിട്ടുണ്ട്. UDFും LDFും സമ്മതിക്കുമോ? അല്ല, അത് അനുവദിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേരളത്തിലെ ജനാധിപത്യ ശക്തികൾ ഇടതുപക്ഷത്തിന്റെ മുൻകൈയോടെ നടത്തും. പക്ഷേ വോട്ട് ചേർത്താൽ നിങ്ങൾ അറിയില്ല പ്രകാശ് മാസ്റ്റർ, അവിടെയാണ് പ്രശ്നം. വോട്ട് ഡിലീഷൻ ഒരു പക്ഷേ പ്രകാശ് മാസ്റ്റർ, വോട്ട് ഡിലീഷൻ LDFനും UDFനും കണ്ടുപിടിക്കാൻ പറ്റും. വോട്ട് ചേർത്താൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതുപോലെ വോട്ട് ചേർത്താൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അവസാന നിമിഷമാണ് അന്തിമ വോട്ടർ പട്ടിക വരിക. നിങ്ങൾ വോട്ടർ പട്ടികയിൽ കള്ള വോട്ടുണ്ടോ എന്ന് നോക്കാൻ പോവുകയോ, അതുപോലെ വോട്ട് ഡിലീഷൻ നോക്കാൻ പോവുകയോ, അതിൽ വോട്ട് പിടിക്കാൻ പോവോ? അല്ല, ഇപ്പോൾ തന്നെ എന്തൊരു അന്യായമാണ് കാണിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ വീടുകളിലെല്ലാം വോട്ടർമാർക്ക് ഒരു ഫോറം കൊണ്ട് കൊടുത്തു. ഫോറത്തിൽ എന്താ? ഫോറത്തിൽ ഇപ്പോഴത്തെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പൂരിപ്പിച്ച് കൊടുക്കണം. നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് 2002 വോട്ട് സംബന്ധിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അതും ചേർക്കണം. അതിന് ചെയ്യാൻ പോകുന്നത് എന്താ? 2002 വോട്ടർ പട്ടികയുമായി ലിങ്ക് ചെയ്ത് അതിനകത്ത് വോട്ടില്ലാത്തവർക്ക് ആർക്കും വോട്ടില്ല എന്ന് പറഞ്ഞാൽ 60% ആളുകൾക്ക് വോട്ടില്ല. അവർ വോട്ട് ചേർക്കണം. അങ്ങനെ വോട്ട് ചേർക്കുമ്പോൾ തന്നെ കുറേയേറെ ആളുകളെ സംബന്ധിച്ച് ഒരു നിശ്ചിതമായ കൊല്ലത്തിന് ശേഷം ജനിച്ച ആളുകൾ അവരുടെ നാഷണാലിറ്റി തെളിയിക്കണം. അവർ ഈ പൗരന്മാരാണെന്ന് സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ, അതാ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞത്, ഇത് പൗരത്വ രജിസ്റ്റർ പിൻവാതിലൂടെ നടപ്പിലാക്കുകയാണ്. താങ്കൾ ഇപ്പോൾ ഇതിനെ കൂടെ ചേർക്കാൻ വേണ്ടി കഴിയും, ഇതിനെ കൂടെ തള്ളിക്കളയാൻ വേണ്ടി കഴിയും.
ഇതിനെ കൂടെ ഈ പഴയ വോട്ടർമാരെ കുറേ തള്ളാനും കഴിയും. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വോട്ടർ പട്ടിക മാറ്റിമറിക്കാനാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. കേരളത്തിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് BJP ഒഴിച്ചു പറഞ്ഞു ഇത് പാടില്ല, തൽക്കാലം ഇത് ഒഴിവാക്കുകയെങ്കിലും വേണം. പക്ഷേ കേൾക്കാൻ സന്നദ്ധല്ലോ. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് രഥം ഉരുളുകയാണ്. ജനാധിപത്യ വിരുദ്ധമായി രാജ്യത്തെ നയിക്കുന്നതിനുള്ള ഈ ഇലക്ഷൻ കമ്മീഷന്റെ ചെറുക്കാൻ ഞങ്ങൾ പറയുന്നത് ഇന്നലെ ഓൾ പാർട്ടി മീറ്റിംഗിൽ ഇത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. UDF അതിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചു. ഇതൊക്കെ ശരി. ഇപ്പോൾ ബീഹാറിൽ ഒരു നിയമ നടപടി നടക്കുകയാണ്. ഇന്നലെ സിറ്റിംഗ് വെച്ചതാണ്. നാളെ അവിടെ ഇലക്ഷൻ നടക്കുകയാണ്. ഇന്നലെ സിറ്റിംഗ് വെച്ച കോടതി, സുപ്രീം കോടതി വേറെ കുറേ കേസുകളുടെ തിരക്ക് കാരണം ഇത് പിന്നത്തേക്ക് മാറ്റിവെച്ചു. ഏത് ഈ വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള സംശയം, ഗുരുതരമായ സംശയം ഉന്നയിച്ചുകൊണ്ട് കൊടുത്ത ഹർജിയാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? നാളെ വോട്ടിംഗ് നടക്കട്ടെ, പിന്നെ കേൾക്കാമെന്ന് പറഞ്ഞ് മാറ്റുന്നത്. ഈ നിയമ നടപടി കൊണ്ട് വല്ല കാര്യമുണ്ടോ അവസാന നിമിഷം? അല്ല, അതിനേക്കാൾ ഗുരുതരാണല്ലോ. ഇത്ര ഗൗരവമായൊരു കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുമ്പോൾ 9 സ്റ്റേറ്റുകളിൽ അതുതന്നെ തുടരാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചല്ലോ. ഇതിനിടയിൽ എന്തെങ്കിലും ഇടപെടലുണ്ടായോ? കോടതിക്ക് ആ വിവരം സംബന്ധിച്ച് കൃത്യമായ നിലക്കുള്ള ധാരണയുണ്ടല്ലോ. അപ്പോൾ അവർ തീരുമാനിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ ആവശ്യമായ നിലയിൽ ഭരണകൂട സംവിധാനങ്ങളെ ആകെ തന്നെ അവരുടേതായിട്ടുള്ള നിലക്ക് പാകപ്പെടുത്തിയിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ അതിനു വേണ്ടിയുള്ള ഉപകരണമാണ്. അതിനുപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇപ്പോൾ നാളെ ഇലക്ഷനേ ഇല്ല എന്ന് പറയില്ല എന്നുള്ള എന്താ ഉറപ്പ്? ശരി, ഫാസിസം കടന്നു വരുമ്പോൾ അങ്ങനെയാണല്ലോ കാര്യം നടക്കുക. ഹിറ്റ്ലർ മുസോളിനും ഒക്കെ അധികാരത്തിൽ വന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. പിന്നെ അവരുടെ ഏകാധിപത്യം നടപ്പിലാക്കി. അവിടേക്കുള്ള യാത്രയാണ് ഇന്ത്യയിൽ എന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ചെറുക്കാൻ ഒറ്റക്കെട്ടായ നിലക്ക് അതിനെതിരായിട്ട് വർഗീയതയെ ചെറുക്കാൻ ആകാവുന്ന എല്ലാ ശ്രമങ്ങളുമായിട്ട് എല്ലാ ജനാധിപത്യ പാർട്ടികളും മുന്നോട്ടേക്ക് വരിക. അതല്ലാതെ അവർ മാർഗമില്ല. ജനങ്ങളെ ആകെ ബോധവൽക്കരിച്ച് ഇതിനെ ചെറുക്കാൻ അവരെ പ്രാപ്തരാക്കുക. പ്രകാശ് മാസ്റ്റർ, തൃശ്ശൂരിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന കാര്യമാണ് വരുന്നത്. തൃശ്ശൂരിൽ നടന്നത് ഇപ്പോൾ വ്യക്തമാണ്, മാധ്യമങ്ങൾ വഴി തന്നെ അത് പുറത്തു വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ വോട്ട് ചോരി നടന്നു. ഇപ്പോൾ വോട്ട് ചോരി സംബന്ധിച്ച് കോൺഗ്രസ് എടുക്കുന്നൊരു എഫോർട്ട് എന്തുകൊണ്ടാണ് CPM എടുക്കാത്തത്? നിങ്ങൾ ഭരിക്കുന്നൊരു സംസ്ഥാനത്ത് തൃശ്ശൂരിൽ വോട്ട് ചോരി നടന്നു തെളിവുകൾ പുറത്തു വന്നിട്ടും നിങ്ങൾ CPMൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ ഒരു പ്രസ്താവന ഇറക്കിയോ? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചോ? നിങ്ങളൊരു ക്വസ്റ്റ്യൻ, CPM LDF ഒരു ക്വസ്റ്റ്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു. തൃശ്ശൂരിൽ വോട്ട് ചോരി മാത്രമല്ലല്ലോ നടന്നത്. കോൺഗ്രസിന്റെ വോട്ടുകൾ മൊത്തമായിട്ട് BJPക്ക് മാറ്റി കൊടുക്കുകയും നടന്നല്ലോ. പ്രകാശ് മാസ്റ്റർ, അവിടെ വോട്ട് ചോരി അല്ല നടന്നത്. കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നാണ് ഇപ്പോഴും CPMന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. അവിടെ കോൺഗ്രസിന്റെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നാണ് CPMന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ഭൂരിപക്ഷം വോട്ടുകളും അല്ല, വോട്ട് ചോരി ഇല്ല എന്ന് പറയാൻ ഞങ്ങളാളല്ല. കാരണം തെളിവ് സഹിതം പുറത്തു വന്നാണ്. എന്റെ ചോദ്യം അതല്ല. സുരേഷ് ഗോപി ജയിച്ചത് വോട്ട് ചോരി വഴിയല്ല, കോൺഗ്രസിന്റെ വോട്ട് മറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. എന്നാൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മുഖ്യ കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ മൊത്തമായി മറിച്ചു കൊടുത്തതാണ്. ആവശ്യമില്ലോ. കോൺഗ്രസിന്റെ വോട്ട് മറിയുമെങ്കിൽ പിന്നെ അവരെന്തിനാ വോട്ട് ചെയ്ത് നാണം കെടുന്നത്? എന്തിനാണ് ഈ ആലത്തൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് കാളക്കുടന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്നത്? കോൺഗ്രസിന്റെ വോട്ട് കിട്ടുമല്ലേ? കോൺഗ്രസ് ആലോചിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചതെന്നാണ് പ്രകാശ് മാസ്റ്റർ പറയുന്നത്. BJPയുടെ MPമാർ വോട്ട് ചോരി നടന്നില്ലായിരുന്നെങ്കിലും സുരേഷ് ഗോപി ജയിക്കും. അങ്ങനെയാണോ? കോൺഗ്രസ് വോട്ട് ചോരി നടന്നില്ലായിരുന്നെങ്കിലും സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു. കോൺഗ്രസ് വോട്ടുകൾ കൊടുത്തിരിക്കുന്നവരാണല്ലോ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അതായത് അവിടെ വോട്ട് ചോരി നടന്നില്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്ത്. അങ്ങനെയാണ്? അല്ല, അത് വോട്ട് ചോരിയുടെ ഫലമായിട്ട് എത്ര വോട്ടുകൾ മാറി എന്നുള്ളത് പരിശോധിച്ചാലേ അത് പറയാൻ വേണ്ടി കഴിയൂ. പ്രകാശ് മാസ്റ്റർ തോറ്റത് LDF സ്ഥാനാർത്ഥിയാണ്. ഒരു നിമിഷം, വോട്ട് ചോരി കൊണ്ട് എത്ര വോട്ട് മറിഞ്ഞു എന്ന് ആര് പരിശോധിക്കും? തോറ്റത് LDF സ്ഥാനാർത്ഥി, LDF പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കുമല്ലോ. ഓക്കെ, പരിശോധിച്ചിട്ട് അഖിലേന്ത്യാ സെക്രട്ടറി ഈ പറയുന്ന ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പത്രക്കാരോട്. ഓക്കെ, ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഷാബു പ്രസാദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം സർക്കാസ്റ്റിക് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ കർണാടകയെക്കുറിച്ച് സംസാരിക്കുന്നു, ഹരിയാനയെക്കുറിച്ച് സംസാരിക്കുന്നു, ബീഹാറിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് മഹാരാഷ്ട്രയാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ വോട്ട് ചോരി നടത്തുന്നുണ്ടാവുക മഹാരാഷ്ട്രയിലാണ് എന്നാണ് അവിടെ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ ആരോപണം. ഓക്കെ, ഇത് ജനങ്ങളോട് പറയുക, ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കൗണ്ടബിൾ ആക്കി, ഇതൊക്കെ ശരി, രാഷ്ട്രീയമായാണ് ഇതിനെ നേരിടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സാധാരണ വോട്ടർമാർക്കുള്ള വിശ്വാസം ഇല്ലാതാവുകയാണ് ചെയ്യുക. ആർക്ക് വോട്ട് ചെയ്താലും BJP ജയിക്കും, പിന്നെ എന്തിനു വോട്ട് ചെയ്യണമെന്ന് ആളുകൾ തീരുമാനിക്കും. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുണകരമാണോ ദോഷമാണോ?
അത് കൃത്യമായ ഒരു ചോദ്യമാണ്. വളരെ ആഴതലങ്ങളുള്ള ഒരു സംശയം തന്നെയാണ് അത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ലാർജർ ഇഷ്യൂ ഇൻവോൾവ് ആണ് ശ്രീ അജിംസ്. അതേപോലെ തന്നെ ദർ ഇസ് എ ഷോർട്ടർ ആൻഡ് മൈന്യൂട്ട് ഇഷ്യൂ ഓൾസോ ഇൻവോൾവ്. ഈ ഷോർട്ടർ ഇഷ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇഷ്യൂ എന്ന് പറയുന്നത് ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മഹാദേവപുര എന്ന കർണാടകത്തിലെ ബാംഗ്ലൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിയമസഭാ സെഗ്മെൻറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ ചില വിവരങ്ങൾ നൽകുന്നു. അതനുസരിച്ച് ഒരു ജനറലൈസ് ചെയ്യാനൊരു അറ്റംപ്റ്റാണ്. രണ്ട്, മഹാരാഷ്ട്രയിലെ ഒരു മണ്ഡലം അലന്ധ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ വേവ്. ഇപ്പോഴിതാ എച്ച് ഫോർ ഹരിയാന, കർണാടക തന്നെയാണ് കുറച്ചുകൂടി വിശാല അർത്ഥത്തിൽ ആദ്യത്തേത് കർണാടകയാണ്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലാർജർ വിഡ്ത്ത് ഉള്ളതാണ്. ആത്യന്തികമായി ഇതിൽ നിന്നും ബിൽഡ് ചെയ്ത ഒരു ഇൻഡക്റ്റീവ് മെത്തഡ് അനുസരിച്ച് ഇതിൽ നിന്നും ബിൽഡ് ചെയ്ത് കയറുന്നത് ദ ഹോൾ ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റം ഈസ് കറപ്റ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. അങ്ങനെയെങ്കിൽ ലാർജർ ഇഷ്യൂയിലേക്ക് വരികയാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം പങ്കിലമായിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം. അതനുസരിച്ച് പരാതികളുണ്ടെങ്കിൽ അത് ഹാജരാക്കേണ്ട, അത് ചോദിക്കേണ്ട, കേസ് ഫയൽ ചെയ്യേണ്ട കോടതികളുടെ വിശ്വാസ്യത ഒരു പരിധിവരെ ഇൻഡയറക്ട്ലി ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കോടതിയെ സമീപിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അദൃശ്യമായ ഉത്തരം എന്ന് പറയുന്നത് നീതി നിർവഹണ സംവിധാനത്തിൽ ഒരു പൂർണ്ണ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് BJP ഒരു ചോദ്യം ചോദിച്ചാൽ അതിനും ഒരു കൃത്യമായ മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഒരു പക്ഷേ കഴിയില്ല. അതുകൊണ്ടാണ് ഇതൊരു ഷോർട്ടർ ഇഷ്യൂ ഉണ്ട്. അത് ജനുവിനായി പറയാനുള്ള ശ്രമം നടത്തി, രാഹുൽ ഗാന്ധി ഒരു ശ്രമം നടത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും സുതാര്യവുമായി നടത്താനുള്ള ചുമതല കോടതിക്കല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അല്ല, തീർച്ചയായും അത് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ശ്രീ അജിംസ്, അത് ഭരണഘടനയുടെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ്. ആ സമിതിയുടെ പ്രവർത്തനത്തിൽ സുതാര്യത നഷ്ടപ്പെട്ടാൽ, കാര്യക്ഷമത നഷ്ടപ്പെട്ടാൽ, കറപ്ഷൻ കടന്നുകൂടിക്കഴിഞ്ഞാൽ, ക്രമക്കേടുകൾ കണ്ടാൽ അത് ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന നിലയിൽ തീർച്ചയായും കോടതിയാണ് അതിന് തലപ്പത്ത് നിൽക്കുന്നത്. കാരണം ഇവിടെ നിയമവാഴ്ച നിൽക്കുകയും അത് സംരക്ഷിക്കാനുള്ള ഒരു അധികാരം, അവകാശം കോടതിക്കാണ്. പാർലമെന്റ് തെറ്റ് ചെയ്താൽ പോലും, ഭരണഘടനാനുസൃതമല്ലാത്ത നിയമം ഉണ്ടാക്കിയാൽ പോലും ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാനുള്ള ആത്യന്തികമായ അവകാശം കോടതിക്കാണ്. അപ്പോൾ എല്ലാത്തിനും മേലെ ഭരണഘടനയും ഭരണഘടനയുടെ സംരക്ഷകനായ കോടതിയും. ആ കോടതിയെ സമീപിക്കാൻ എന്തുകൊണ്ട് വിസമ്മതിക്കുന്നു എന്ന ന്യായമായ ചോദ്യം രാഹുൽ ഗാന്ധിക്കെതിരെ ചോദിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾ അപ്രസക്തമാകുന്നില്ല എന്നുകൂടി ആലോചിക്കണം. നോക്കൂ, രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. 2 കോടി ജനങ്ങളുള്ള ഹരിയാനയിൽ കേവലം 25 ലക്ഷം പേർ, കേവലം 25 ലക്ഷം അല്ല, 8 വോട്ടർമാരിൽ ഒരാൾ വീതം വ്യാജ വോട്ടറാണ് എന്ന് ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ആ കണക്കുകളുടെ വിശ്വാസ്യതയെ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കാനൊന്നും ആവില്ല, അത് തീർച്ചയായും വെരിഫൈ ചെയ്യേണ്ടതാണ്. പക്ഷേ പ്രൊജക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. 19 ലക്ഷം വോട്ടുകൾ വന്ന് ഈ 25 ലക്ഷത്തിൽ 19 ലക്ഷം എണ്ണി പറയുകയാണ്. ഒരു വീട്ടിൽ 10, 20, 50, 100, 223 ഒക്കെയുള്ള വോട്ടുകൾ വരുമ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 19 ലക്ഷം വരും. വേറൊരു 5 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നു, വേറൊരു 3.5 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നു, വെട്ടിനിരത്തപ്പെട്ട 3.5 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നു. അങ്ങനെ 25,46,144 എന്ന ഒരു മാജിക് നമ്പറിലെത്തുന്നു. അത്രയും വോട്ടുകൾ ചോരി നടത്തിയിരിക്കുന്നു, കട്ടുകൊണ്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ അത് തങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ മറുപക്ഷത്തേക്ക് പോയിരിക്കുന്നു എന്നതും കേവലം 22,000 വോട്ടിനാണ് കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുന്നത് എന്നും ഉള്ള കണക്കുകളാണ് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് ഒബ്ജക്റ്റീവ് കാര്യങ്ങളുണ്ട്, കുറച്ച് സബ്ജക്റ്റീവ് കാര്യങ്ങളുണ്ട്. ആദ്യം സബ്ജക്റ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ വാർത്താ സമ്മേളനം കമ്പോട് കമ്പ് കേട്ട ഒരാളാണ്, വായിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാനത് കണ്ടത് ആദ്യം സബ്ജക്റ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞത്. അഭിപ്രായ സർവേകളിൽ 5 അഭിപ്രായ സർവേകൾ പറയുമ്പോൾ ആ 5 അഭിപ്രായ സർവേകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഏതാണ്ട് 70%, 3/2 ഭൂരിപക്ഷത്തോളം കോൺഗ്രസിന് പ്രവചിക്കുന്ന അഭിപ്രായ സർവേകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഈ അഭിപ്രായ സർവേകൾ അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിന് ജയിക്കാവുന്നതാണ്. തികച്ചും സബ്ജക്റ്റീവാണ്. അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും കൃത്യമായിക്കൊള്ളണമെന്നില്ല. രണ്ടാമത് പറഞ്ഞ കാര്യവും അതുപോലെ തന്നെയാണ്. ഇവിടെ വോട്ടെണ്ണൽ നടക്കുന്ന വേളയിൽ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ ഏതാണ്ട് 73 സീറ്റുകളുമായി കോൺഗ്രസ് ബഹുദൂരം
ബഹുദൂരം മുന്നിലാണ് 90-ൽ. കേവലം 17 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് പോസ്റ്റൽ ബാലറ്റിൽ മേൽക്കൈ ഉണ്ടാകുന്നത്. പരമ്പരാഗതമായി ട്രഡീഷണലായി ഹരിയാനയിൽ ഈ പാറ്റേൺ പൊതു വോട്ടുകൾ എണ്ണുമ്പോഴും ആവർത്തിക്കുന്ന ഒരു പാറ്റേണാണ്. ഇപ്പോൾ അതുണ്ടായില്ല, അതിൽ ചില സംശയങ്ങളുണ്ട്. അതും സബ്ജക്റ്റീവാണ്. പോസ്റ്റൽ വോട്ടിൻ്റെ അതേ ട്രെൻഡ് തന്നെ പൊതു വോട്ടിന് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടും വാദഗതിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ട് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി ഒബ്ജക്റ്റീവായി തെളിയിക്കാവുന്ന പേരുകൾ, നമ്പേഴ്സ്, ഫിഗേഴ്സുമായി രാഹുൽ ഗാന്ധി വരികയാണ്. അതാണ് രണ്ടാമത്തെ ഭാഗം. ആദ്യത്തെ സബ്ജക്റ്റീവാണ്, രണ്ടാമത്തെ കുറച്ചുകൂടി ഒബ്ജക്റ്റീവായ അനാലിസിസുമായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത്. പവർ പോയിന്റ് പ്രസന്റേഷൻ സഹായത്തോടു കൂടി കൃത്യമായ ചില ഉദാഹരണങ്ങൾ, അവിടെയാണ് ബ്രസീലിയൻ വനിതയുടെ ഒക്കെ കാര്യം വരുന്നത്. അപ്പോൾ ഒരു വോട്ട്, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഒരു സ്പേസ് ക്രിയേഷൻ ഇവിടെ നടക്കുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇലക്ട്രൽ റോളിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. 22 പടങ്ങൾ ഒരേ ആളിൻ്റെ, അത് ബ്രസീലിയൻ മോഡൽ പടങ്ങൾ 22 ഇടത്ത് 10 ബൂത്തുകളിലായി ഇങ്ങനെ പടങ്ങൾ വരുമ്പോൾ ആ ബ്രസീലിയൻ വുമൺ വോട്ട് ചെയ്തു എന്നല്ല പറയുന്നത്, ആ പേരിൽ ആ പടം ഉപയോഗിച്ചുകൊണ്ട് 22 വ്യത്യസ്തരായ ആളുകൾ വോട്ട് ചെയ്തു എന്ന് സമർത്ഥിക്കുകയാണ്. അങ്ങനെ എത്ര അനവധി കേസുകൾ ഉദാഹരണ സഹിതം പറയുകയാണ്. ഇങ്ങനെ ഒരു ലാർജർ പിക്ചറിലേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് കേവലം 22,000 വോട്ടിന് പരാജയപ്പെട്ട തങ്ങൾക്ക് 25 ലക്ഷം വോട്ടുകൾ കൂടി ലഭിക്കേണ്ടതാണ്. മൃഗീയമായ ഭൂരിപക്ഷത്തിൽ, വേണമെങ്കിൽ 4-3 ഭൂരിപക്ഷത്തിൽ കർണാടക തങ്ങൾക്ക് ഹരിയാന തങ്ങൾക്ക് കൈവശപ്പെടുത്താമായിരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു പാൻ ഇന്ത്യ ലെവലിലേക്ക് സന്നിവേശിപ്പിച്ചാൽ നരേന്ദ്രമോദി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് വോട്ട് ചോരിയുടെ ഫലമാണ്. മുൻകാലങ്ങളിൽ നടന്ന വോട്ട് ചോരിയുടെ ഫലമാണ്. അതിനായി ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനെ ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തുന്നു. അതിന് തെളിവുകൾ ചോദിക്കുമ്പോൾ 45 ദിവസത്തിന് ശേഷം മാഞ്ഞു പോകുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന CCTV ക്യാമറകൾക്കുള്ളത്. എന്തുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്നു. അതേ ആവേശത്തിൽ മറുപക്ഷത്ത് നിന്നുകൊണ്ട്, BJPയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കൃത്യമായ ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ട്, എവിടെയായിരുന്നു കോൺഗ്രസ്, എവിടെയായിരുന്നു നിങ്ങളുടെ സംവിധാനം, നിങ്ങളുടെ ഒരു ചട്ടക്കൂട് എവിടെ, നിങ്ങളുടെ ഒരു അണികൾ എവിടെ, നിങ്ങളുടെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകർ എവിടെ? അവർക്കറിയില്ലായിരുന്നോ ഇത്രയധികം 25 ലക്ഷം വോട്ടുകൾ തെറ്റായി ചേർക്കപ്പെടുകയോ വെട്ടിനിർത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രവർത്തകർ എവിടെയായിരുന്നു? ബൂത്ത് ലെവൽ ഏജൻസ് എവിടെയായിരുന്നു? നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രൽ റോൾ ഇല്ലേ? സമയാസമയങ്ങളിൽ പരാതിപ്പെടേണ്ടതല്ലേ? ഇലക്ഷൻ കഴിയുന്നതിന് മുൻപ് തന്നെ, വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ പരാതിപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം രാഹുൽ ഗാന്ധിയാണ് പറയേണ്ടത്. നോക്കൂ മോഹൻ വർഗീസ്, സെപ്റ്റംബർ 18-ാം തീയതി കരട് വോട്ടർ പട്ടിക ഇറങ്ങുന്നു. 22 ദിവസം പോലും ലഭിച്ചിട്ടില്ല ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ഇത് നോക്കാൻ. 22 ദിവസം, അതായത് അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങി 22-ാം ദിവസം റിസൾട്ട് വരികയാണ്. ഈ എവിടെ പരിശോധിക്കാനാണ്? തൃശ്ശൂർ നടന്നോ? ഈ ഹരിയാനയിലൊക്കെ കോൺഗ്രസ് വീക്കാണെന്ന് കരുതുക. തൃശ്ശൂരിൽ BJP വിരുദ്ധരായ 2 പാർട്ടികൾ, 2 മുന്നണികളുണ്ട് തൃശ്ശൂരിൽ നടന്നോ? തൃശ്ശൂരിൽ ഇങ്ങനെ പ്രശ്നം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി പറഞ്ഞു ഇനി അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങി, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭരണാധികാരി കൈ ഒഴിഞ്ഞു. ഇതാണ് അവസ്ഥ. ഇവിടെ നമ്മൾ കോൺഗ്രസ് അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരും കേൾക്കാൻ പോകുന്നില്ല എന്ത് പറഞ്ഞാലും. അല്ല അതിൽ കുറച്ചെങ്കിലും 25 ലക്ഷം ഹ്യൂജ് നമ്പർ. അതായത് മഹാദേവപുര എന്ന് പറയുന്നത് ബ്രസീൽ മോഡൽ എങ്ങനെ ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നതിന് മറുപടി പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് മറുപടി പറയാൻ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് ആകമാന ചിത്രങ്ങൾ ഇതെല്ലാം പൊതുസമൂഹത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പൊതുസമൂഹത്തിലാണോ ഇത് വരേണ്ടത്? ഇതിങ്ങനെ പത്രസമ്മേളനം വിളിച്ച് പറയേണ്ടതാണോ അതോ കോടതിയിൽ കൊടുക്കേണ്ടതാണോ എന്ന ഒരു ഡിബേറ്റ് പാരലായിട്ട് നടക്കും. അതുകൊണ്ട് ഇത് പൊതുസമൂഹത്തിലാണ് വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തീർച്ചയായും നമ്മൾ ഈ പാനലിരിക്കുന്ന ആർക്കും വിരോധം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും പൊതുവിഷയങ്ങൾ ജനസാമാന്യം കൊണ്ടുവരിക. പാർലമെന്റിന് ഉള്ളിലൂടെയും പാർലമെന്റിന് പുറത്തും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ആ സെൻസിൽ അദ്ദേഹം പറയേണ്ടത് അവിടെ പറഞ്ഞു വെച്ചു. കോടതിയിൽ പോകാൻ പ്രതിപക്ഷ നേതാവ് പോകണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും പോകാം. ആ ഓപ്ഷൻ അവിടെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ആ ഓപ്ഷൻ ഉപയോഗിക്കുന്നതിൽ അമാന്തിക്കുന്നത് എന്തിന് എന്ന ന്യായമായൊരു സംശയം തോന്നാം. അതുകൊണ്ടാണ് പറയുന്നത് ഈ സംവിധാനത്തിൽ അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ദേശഭക്തിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ ദേശീയ വീക്ഷണത്തെക്കുറിച്ചും ഒക്കെ ചില സംശയങ്ങൾ BJP ഉന്നയിക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു അർത്ഥത്തിലായിരിക്കും നമ്മുടെ ഭരണഘടനയിലുള്ള
വിശ്വാസം രാഹുൽ ഗാന്ധിക്ക് നഷ്ടപ്പെട്ടോ? ഭരണഘടന തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്ന രാഹുൽ ഗാന്ധി. അങ്ങനെയെങ്കിൽ ഭരണഘടനാ സ്ഥാപനമായ കോടതിയിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം. കോടതി ആത്യന്തികമായി രക്ഷയ്ക്കെത്തും, ജനാധിപത്യ രക്ഷയ്ക്കെത്തും എന്നുകൂടി രാഹുൽ ഗാന്ധി വിശ്വസിക്കണം എന്ന ആർഗ്യുമെന്റ് അതുകൊണ്ടാണ് മറുപക്ഷത്ത് വരുന്നത്. ശ്രീ അർജുൻ ഷാഹു പ്രസാദ്, ഈ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾക്ക് ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ ഞങ്ങൾ കാശ്മീരിൽ നാളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാണ് വോട്ട് ചെയ്ത് ജയിക്കും എന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞതാണ് കേരളത്തിലെ മാധ്യമങ്ങളോട്. അത് ഇത്ര വലിയ കുരിശാകുമെന്ന് അദ്ദേഹം ഓർത്തിട്ടുണ്ടാവില്ല. അദ്ദേഹം ഉള്ളിലുള്ള അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രസീലിയൻ മോഡൽമാരുടെ ഈ ആരുടെയൊക്കെയോ ഫോട്ടോ, ബ്ലറായ ഫോട്ടോ ഒക്കെ ചേർത്ത് വോട്ടർ ലിസ്റ്റ് ഉണ്ടാകുന്നു. ഒരാളുടെ പേരിൽ തന്നെ 200 വോട്ടുകൾ, 22 വോട്ടുകൾ, ഇതൊക്കെ ചേർക്കുന്നു. ഇവരൊക്കെ നേരിട്ട് വന്ന് ഈ കള്ളവോട്ടുകൾ വോട്ട് ചെയ്യാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഇവിടെ ചൂണ്ടിക്കാട്ടിപ്പെട്ടതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് കള്ളവോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ ID കാർഡ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആളല്ലല്ലോ ഇത്, ഒരു ബ്രസീൽ മോഡലിനെ പോലെ ഇല്ലല്ലോ ഈ വോട്ട് ചെയ്യാൻ വരുന്ന ആൾ എന്ന് ചിന്തിക്കും. അപ്പോൾ ഇതൊക്കെ ഈ വോട്ടൊക്കെ ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഷാഹു പ്രസാദ്? അല്ലാതെ ഞാനും അത് തന്നെയാണ് അത്ഭുതപ്പെടുന്നത് അജിംസെ. എന്തൊരു 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 കഷ്ടമെന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു വല്ലാത്ത അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്ക്. അപ്പം ഞാനിവിടെ പറയുന്നത് ഇപ്പം ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഞാൻ ജിൻഡോ ജോണിന്റെയും പ്രകാശന്റെയും ഒക്കെ അവസ്ഥ കാണുമെന്ന് പറഞ്ഞാൽ അവർ നിസ്സഹായരാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് ഒരിക്കലും നീതി കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അവർ മറുപടി പറയാനും നീതി കിട്ടാനും വേണ്ടി യാചിച്ച് ഇങ്ങനെ നിസ്സഹായരായി യാചിക്കുന്നു എന്ന വാക്ക് ഉപയോഗിക്കരുത്. കാരണം ആരോടും യാചിച്ചിട്ടില്ല. കോൺഗ്രസോ CPM ഒന്നും ആരോടും യാചിച്ചിട്ടൊന്നുമില്ല. അല്ലല്ല, ഞാനത് പിൻവലിക്കുന്നു, ആജ്ഞാപിക്കുന്നു. അവർ ആജ്ഞാപിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആജ്ഞാപിക്കുകയുമല്ല ഷാഹു പ്രസാദ്, അങ്ങ് സർക്കാസ്റ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവും. അത് ആവർത്തിക്കുമ്പോൾ കുറച്ച് ബോറാണ്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ദേ ആർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, ദേ ആർ നോട്ട് ഓർഡറിംഗ്, ദേ ആർ നോട്ട് കമാൻഡിങ്, ദേ ആർ നോട്ട് റിക്വസ്റ്റിംഗ്. ഓക്കെ, ശരി, എന്തോ ആയിക്കോട്ടെ. ഇനി ഞാൻ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ ഇഷ്ടമുള്ള വാക്ക് അവിടെ ചേർത്തോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം. അല്ല, എന്താണെങ്കിലും ഞാൻ അതല്ല പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇത്ര വലിയ അപകടകരമായ അവസ്ഥയിലൂടെ പോകുന്നു. കഴിഞ്ഞ 10-11 വർഷമായി അതിഭീകരമായ ഒരു ഭരണകൂടം ഇവിടെ ന്യൂനപക്ഷങ്ങളെ മുഴുവനും ഒന്നായി കൊന്നൊടുക്കാനും നാട്ടിൽ നിന്ന് പുറത്താക്കാനും വേണ്ടി നടക്കുന്നു. വോട്ട് കൊള്ളയടിച്ചുകൊണ്ട് തുടർച്ചയായി അധികാരത്തിൽ ഇരിക്കുന്നു. ആ സമയത്ത് 10-60 വർഷം രാജ്യം ഭരിച്ച ഒരു പാർട്ടി ഇങ്ങനെ ഇത് മാത്രമാണോ ചെയ്യേണ്ടത്? ഇങ്ങനെ പത്രസമ്മേളനം നടത്തുക, അത് സത്യം പറഞ്ഞാൽ ആ ആശങ്ക ഇങ്ങനെയാണ് തീർക്കേണ്ടത്. ഇവിടെ ഇദ്ദേഹം പ്രകാശൻ പറഞ്ഞു. പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഷാഹു പ്രസാദ്? ഷാഹു പ്രസാദ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പിന്നെ എന്താ ചെയ്യേണ്ടത്? അല്ല, എനിക്കറിയില്ലെന്നേ. ഇവരല്ലേ ഇത് മുഴുവനും വെളിച്ചത്ത് കൊണ്ടുവന്ന് ഷാഹു പ്രസാദ് രാജ്യസ്നേഹിയായ RS-കാരനാണല്ലോ. ഷാഹു പ്രസാദ് അങ്ങ് രാജ്യസ്നേഹിയായ RS-കാരനാണല്ലോ. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടെന്ന് അങ്ങ് സർക്കാസ്റ്റിക് ആയിട്ടാണല്ലോ അംഗീകരിക്കുന്നത്. താങ്കൾ എന്ത് ചെയ്യും ഈ കാര്യം? ഞാൻ രാജ്യസ്നേഹിയല്ല, ഞാൻ രാജ്യദ്രോഹിയായ. ഓക്കെ, എന്തോ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ പ്രശ്നത്തിന് മുമ്പിൽ? അങ്ങനെയുള്ള ഹിന്ദുത്വ ഭീകരവാദിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് നീതി പ്രതീക്ഷിക്കുന്നത്? അതല്ല ഷാബു എന്താ ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തിന് മുമ്പിൽ? ഷാബുവിന്റെ നിലപാട് എന്താണ്? അല്ല, ഞാനൊരു ഈ അനീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ അനീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. എന്റെ അടുത്തൊന്നും നിങ്ങൾ നീതിയും സജഷനും ഒന്നും പ്രതീക്ഷിക്കരുത്. ഷാബു, താങ്കൾ എന്താണ് പറയുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ബട്ട് യു ആർ മോക്കിംഗ് ദ എൻറ്റയർ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഇന്ത്യ ആൻഡ് ദ പീപ്പിൾ. ഒരു കാര്യമുണ്ട്, ഒരു ഹിന്ദുത്വ ഭീകരവാദിയിൽ നിന്ന് പിന്നെ ഇതല്ലാതെ പിന്നെ എന്താ ഉണ്ടാവുക? നിങ്ങൾ പറയുന്നത് ശരി. അപ്പൊ ഞാനതല്ല പറയുന്നേ, നിങ്ങള് എന്താണ് ചെയ്യാൻ പോകുന്നത്? അതാണ് നമ്മൾ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികള് കൗതുകത്തോടെ വളരെ ആശങ്കയോടെ കാത്തിരിക്കുന്നത്. കോൺഗ്രസും ഈ പ്രതിപക്ഷവും ഈ ആശങ്കയൊക്കെ ഉന്നയിച്ച പ്രതിപക്ഷം ഈ പത്രസമ്മേളനത്തിൽ നിർത്താൻ പോവുകയാണോ? ശരി ഷാബു പ്രസാദ്, ഷാബു തിരിച്ചു ചോദ്യം ചോദിക്കുകയാണ്. ജിൻഡോ, എനിക്ക് തോന്നുന്നത് ഷാബു പ്രസാദ് ഇന്ത്യ മുന്നണിയെ തന്നെ കളിയാക്കുകയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി തെറ്റാണെങ്കിൽ ഷാബു പ്രസാദ് തിരുത്താം. കളിയാക്കുകയാണ്. നിങ്ങൾ നിസ്സഹായരാണ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ കാശ്മീരിൽ നല്ല ബ്രസീലിൽ നാളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കും, നിങ്ങൾ കോടതിയിൽ പോവോ, നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെയ്യുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം. ജിൻഡോ,
ഞാൻ അജിംസ് അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഈ നേരത്തെ ഇപ്പം ഇന്ന് ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക ദൃശ്യമാധ്യമങ്ങളിലും BJPയുടെ പ്രതിനിധികളുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത് അവരുടെ കാര്യകർത്താക്കൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. മുൻപും ഈ കാര്യകർത്താക്കൾ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെന്താ പരിപാടി നോക്കിയാൽ നമ്മളൊക്കെ ആദ്യം വിചാരിച്ച RSS കാര്യകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ആളുകളെ പോയി ബോംബിട്ട് കൊല്ലുക, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് കലാപം നടത്തുക, വിദ്വേഷ പ്രചരണം നടത്തുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായത് ഈ കാര്യകർത്താക്കളുടെ മറ്റൊരു പ്രധാന പരിപാടിയാണ് മറ്റ് നാടുകളിൽ സ്വന്തം സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ വരെ പോയി കള്ളവോട്ട് ചെയ്യുന്നതും കാര്യകർത്താക്കളുടെ പ്രധാന കലാപരിപാടിയാണെന്ന്. ഇവിടെ RSS അശരീരികളും അദൃശ്യരായിട്ടുള്ള മനുഷ്യരെ കൊണ്ട് വോട്ട് ചെയ്ത് കള്ളവോട്ട് ചെയ്ത് നരേന്ദ്രമോദിയെ ജയിപ്പിക്കുന്നു. ഹരിയാന ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലെയും ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലെത്തുന്നു എന്നുള്ളതിൻ്റെ ഫാക്റ്റ് എല്ലാം പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പരസ്യമായിട്ട് പൊതുജനങ്ങളോട് സംവദിക്കുന്നു. ഇവിടെയുള്ളൊരു പ്രശ്നം ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ, ഞാൻ പറയാം ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ ഈ രാജ്യത്തെ എന്നല്ല ലോകത്ത് ഒരു മനുഷ്യനോട് പോലും പരസ്യമായിട്ട് സംവദിക്കാൻ പറ്റാത്ത, ടെലിപ്രോംപ്റ്ററിൽ എഴുതി കാണിക്കുന്നത് നിന്നുപോയാൽ നാവനക്കാൻ പറ്റാത്ത നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയുടെ ധൈര്യമൊന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അടുത്തത്, വോട്ട് ചോരിയുടെ ആദ്യഘട്ടത്തിലെ ആരോപണം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ പരാതി തരണം, അല്ലെങ്കിൽ സത്യവാങ്മൂലം തരണം, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് എന്ത് നിയമ നടപടി സ്വീകരിച്ചു? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വല്ല നിയമ നടപടി സ്വീകരിച്ചോ? ഒന്നും സ്വീകരിച്ചില്ല. BJPയുടെ ഒരു ബൂത്ത് ഭാരവാഹിയുടെ നിലവാരത്തിലേക്ക് പത്രസമ്മേളനം നടത്തി ഒളിച്ചു കിടക്കുന്നതിനപ്പുറം ഒരു നിയമ നടപടിയും സ്വീകരിച്ചില്ല. ഫോം 6ഉം ഫോം 6ഉം ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. ഇനി ഇവിടെ SIR നടപ്പാക്കുന്നത്, NRC നടപ്പാക്കുന്നത്, CAA നടപ്പാക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞത്? അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് അതിർത്തി കടന്നെത്തുന്ന അപരന്മാരെ, അന്യന്മാരെ, അവരെ ഈ രാജ്യത്തേക്ക് കുടിയേറി വരുന്ന അവന്മാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നാണ് ഇവർ പറഞ്ഞത്. ബ്രസീലിൽ നിന്ന് ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നതിൽ ഈ പാർട്ടിക്ക് ഒരു പ്രശ്നമില്ല. അഖണ്ഡ ഭാരത സംസ്കാരത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്ന ആളുകൾക്ക് ഈ ബ്രസീലിൽ നിന്ന് വരെ വന്ന് ആളുകൾ കള്ളവോട്ട് ചെയ്തു പോകുന്നതിൽ ഒരു പരാതിയും ആക്ഷേപമില്ല. ഞങ്ങൾ പറയുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടാണ്, അതൊന്നല്ല ഞങ്ങളുടെ പ്രശ്നം. ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിച്ചു എന്നുള്ള വ്യക്തമായ രേഖകൾ പുറത്തുവിട്ടിട്ട് BJPക്ക്, ഈ രാജ്യത്തെ രാജ്യസ്നേഹികളുടെ മൊത്തം അട്ടിപ്പേർ അവകാശപ്പെടുന്ന BJPക്കും RSSനും എന്തേ ഒരു പരാതിയില്ലാത്തത്? ഇനി നിങ്ങൾ പറയുന്നു ഈ പറഞ്ഞതൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയ തെറ്റിദ്ധാരണയാണ്, രാഹുൽ ഗാന്ധിക്ക് കഴിവില്ല, നിങ്ങൾ കോടതിയിൽ പോയില്ലല്ലോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ സമയം, പോളിംഗിന്റെ സമയം കഴിഞ്ഞിട്ട് വെറുതെ സ്ട്രോങ് റൂമിൽ കയറ്റി വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ടുകൾ പെറ്റുപെരുകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ലക്ഷക്കണക്കിന് വോട്ടുകളല്ലേ വോട്ട് എണ്ണുന്നത് വരെ, പോളിംഗ് കഴിഞ്ഞ് വോട്ട് എണ്ണുന്നത് വരെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ചർച്ചയിലെ മുഴുവൻ ചോദ്യങ്ങളോടും ഷാബു പ്രസാദിന്റെ പരിഹാസം. ഷാബു പ്രസാദ് പരിഹസിക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയ, ഇന്ത്യൻ ഭരണഘടനയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ഇവിടെ ഞങ്ങളെ കളിയാക്കുന്നതിൽ ഞങ്ങൾക്കൊരു ആക്ഷേപമില്ല. സംഘപരിവാറിനും RSSനും BJPക്കും ഈ കളിയാക്കലും കള്ളവോട്ട് ചെയ്യലും ആളുകളെ തമ്മിലടിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്യലും കൊള്ളയടിക്കലും അല്ലാതെ വേറൊരു പണിയും അറിയില്ല എന്നും ഞങ്ങൾക്കറിയാം. ഇവിടെയുള്ള പ്രശ്നം എന്താ? ഷാബു പ്രസാദിനോട് രണ്ടാമത് താങ്കൾ രാജ്യസ്നേഹി അല്ലേ എന്ന് അജിംസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ രാജ്യസ്നേഹിയല്ല. എന്ത് എളുപ്പത്തിലാണ് പറഞ്ഞ്? ഒരു RSS കാരനായിട്ടുള്ള ഒരാൾ പറയും ഞാൻ രാജ്യസ്നേഹിയല്ല. 100% ശരിയാ. 77 വർഷം മുമ്പ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് വെടിവെച്ച് കൊന്നവർക്ക് എണ്ണ പകർന്ന കാഞ്ചി വലിച്ച RSSകാർ രാജ്യദ്രോഹികൾ തന്നെയാ. 100% ശരിയാ. താങ്കൾ അത് അംഗീകരിച്ചെന്നല്ലോ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഈ തോന്നിവാസം മുഴുവൻ നടത്തുമ്പോഴും താങ്കൾ ഉറച്ചു പറഞ്ഞല്ലോ രാജ്യസ്നേഹി അല്ലെന്ന്. ശരിയാണ്, താങ്കൾ രാജ്യദ്രോഹികളുടെ പക്ഷത്ത് തന്നെയാണ്. ശരി, ശ്രീ പ്രകാശം മാസ്റ്റർ, ഈ പ്രശ്നം ഇതൊരു അഖിലേന്ത്യാ പ്രശ്നം പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരള പ്രശ്നവും കൂടിയാണ്. കേരള പ്രശ്നം എന്ന് പറഞ്ഞാൽ വോട്ട് ഡിലീഷൻ, കുറേ പേരുടെ വോട്ട് വെട്ടിമാറ്റും എന്നുള്ള ഭയം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവില്ല. കാരണം നിങ്ങൾ ജാഗരൂകരാണ്, LDF ജാഗരൂകരാണ്, UDF ജാഗരൂകരാണ്, കേരളത്തിൽ രാഷ്ട്രീയ സമൂഹം ജാഗരൂകരാണ്. പക്ഷേ വോട്ട് ചേർത്താൽ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. വ്യാജ വോട്ട് ചേർത്താൽ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം തൃശ്ശൂരാണ്. നിങ്ങൾക്ക് സാധിച്ചില്ല, UDFന് സാധിച്ചില്ല. അങ്ങനെ സംഭവിക്കാം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്ത് വന്ന നിരവധി അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ ഉണർന്നിരിക്കുമോ? നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? അതോ തൃശ്ശൂർ ആവർത്തിക്കുമോ? ഇതിൽ ലോകചരിത്രത്തിൽ ഏകാധിപത്യ ഭരണ സംവിധാനങ്ങൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്.
അവർക്ക് അവരുടെ ബലം പ്രയോഗിച്ചുകൊണ്ട് പൊതുവിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അത് സന്ദർഭങ്ങളിൽ ചെറുക്കാനാവുന്നിടത്തോളം ജനാധിപത്യ ശക്തികൾ ചെറുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് വേണ്ടി കാലം കാത്തുവെക്കുന്ന ചില മറുപടികളുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ അനുഭവിച്ചത് ആ മറുപടിയാണ്. അവർക്ക് കാലത്തെ അതിജീവിക്കാനാവില്ല. തീർച്ചയായിട്ടും ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി ജനങ്ങളെ മാക്സിമം അണിനിരത്തി എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കും. ഞങ്ങൾ അതിനുവേണ്ടി സജ്ജരാണ്. പരമാവധി ഇവരുടെ ഈ പറയുന്ന ദുഷ്ടലക്ഷ്യം അത് നേടിയെടുക്കുന്ന കാര്യം നടപ്പാകാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ നിലപാടുകളും സ്വീകരിക്കും. പക്ഷേ അതിന് മറികടക്കാൻ ആവശ്യമായ ഔദ്യോഗിക സംവിധാനമാകെ അതിനുവേണ്ടി സമയത്ത് പ്രകാശ് തുറന്നുള്ളൂ. ഇതില് അതാണ് ഞാൻ പറഞ്ഞത്. പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ബേജാറുണ്ടാവില്ല. കാരണം രാജ്യത്തിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു തുള്ളി രക്തം ചിന്തിയ പാർട്ടിയല്ല RSSും അതുപോലെ തന്നെ BJPയും സംഘപരിവാര ശക്തികളും. ഒരാൾ ജയിലിൽ കിടക്കില്ല. ഈ നാട്ടിലെ ഉദാത്തമായ മാനവിക മൂല്യങ്ങൾ അവയൊന്നും ഉയർത്തിയെടുക്കുന്നതിന് നിങ്ങൾക്ക് ഒരു പങ്കുമില്ല. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ അതേ ചോദിച്ചുള്ളൂ. അല്ലല്ല പ്രകാശ്, ഷാബു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ എത്ര നിസ്സഹായരാണ്? ഇന്ത്യ മുന്നണി എത്ര നിസ്സഹായരാണ്? കോൺഗ്രസ് CPM എത്ര നിസ്സഹായരാണ്? കളിയാക്കുകയാണ് നിങ്ങളെ കളിയാക്കുന്നതാണ്. അല്ല, ഷാവപ്രസാദ് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഷാവപ്രസാദ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാം? കേരളം ഭരിക്കും എന്ന് 2021 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞവരാ BJP. 40 സീറ്റ് കൊണ്ട് വീമ്പ് വിളക്കിയവരാ BJP. പക്ഷേ അതൊന്നും ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ കാലത്തിന്റെ ഒരു MLA അവർക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഈ കേരളത്തിൽ 400 പ്ലസ് പോയപ്പോൾ അവരെ MP ഉണ്ടാക്കി. അത് തടയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതാണ് ഷാബു കളിയാക്കുന്നത്. അല്ല, ഷാബുവിന് കളിയാക്കാനേ കഴിയൂന്ന്. കാരണം ഈ ജനാധിപത്യ കേരളത്തിൽ നിന്നിട്ട് ഇതിനൊന്നും വേറെ ന്യായീകരിക്കാൻ നിർത്താനാവില്ല. ഒറ്റപ്പെട്ടു പോകും. അവിടെ കളിയാക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. പക്ഷെ അവർ മനസ്സിലാക്കണം, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല രാജ്യം പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ? ഇതുപോലെ നാണം കെട്ടൊരവസ്ഥ ഇന്ത്യക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാക്കിയതാരാ? നിങ്ങളുടെ ഗവൺമെൻറ്റാണ്. നാണിച്ച് തല താഴ്ത്തി നിൽക്കുക ഇന്ത്യ ഈ ലോകത്തിന് മുമ്പിൽ. ഇന്ത്യ ആക്ഷേപിക്കുന്നു ഒരു അമേരിക്ക പ്രസിഡന്റ്. ഒരക്ഷരപുരിയുടെ നട്ടൽ കാണിക്കുന്നുണ്ടോ ഇന്ത്യ പ്രധാനമന്ത്രി? ഇവിടെ ചുങ്കം ഏർപ്പെടുത്തുന്നു, അതുപോലെ പിഴച്ചുങ്കം ഏർപ്പെടുത്തുന്നു. എല്ലാം പഞ്ചവൃക്ഷമടക്കി നിൽക്കുകയല്ലേ? ചവിട്ടുന്ന കാര്യം അതെല്ലാം ചെയ്യല്ലേ നിങ്ങള്? അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി കാലം കാത്തു വെച്ച മറുപടിയുണ്ട്. ആ മറുപടി നിങ്ങൾ അർഹിക്കുന്നതല്ല. അത് തരികയും ചെയ്യും. അർഹിക്കുന്ന മറുപടി ആര് കൊടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചതിന്റെ എക്സ്റ്റൻഷൻ ആണ് ഡോക്ടർ മോഹൻ വർഗീസ്. അതായത് നിങ്ങൾ സംസാരിക്കുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇത് ജനങ്ങളോട് പറയുക, ജനങ്ങൾ ഒരു സമ്പൂർണ്ണ ക്രാന്തികാരി, ഒരു ടോട്ടൽ റവല്യൂഷന് വേണ്ടി ഇറങ്ങുക, ഈ സിസ്റ്റം ഓവറോൾ ചെയ്യുക, അതൊക്കെ ഏത് കാലത്ത് സാധ്യമാകുമെന്ന് നമുക്കറിയില്ല. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഷാബു പ്രസാദ് പരിഹസിക്കുന്നത് കണ്ടോ? ഇന്ത്യ മുന്നണിയെ, കോൺഗ്രസിനെ, CPMനെ നിങ്ങൾ നിസ്സഹായരാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ആത്മവിശ്വാസം വരുന്നത് എവിടെ നിന്നാണ് ഡോക്ടർ മൻവർ? സ്ട്രക്ചറൽ വയലൻസ് എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു ഘടന തന്നെ ഒരു പ്രത്യേക രീതിയിൽ വയലൻ്റായി പ്രവർത്തിക്കുന്നു. അതായത് ഭരണഘടന ചില വ്യക്തികളുടെ, ചില സംഘടനകളുടെ, ചില പ്രത്യേക സ്ഥാപിത താൽപര്യങ്ങളുടെ സംരക്ഷണത്തിനായി മാത്രം ഉപയോഗിക്കപ്പെടുമ്പോൾ അതിനെ സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറയും. അത് ഏകാധിപത്യ പ്രവണത വരുന്നത് സ്ട്രക്ചറൽ വയലൻസിൻ്റെ ഒരു ഭാഗമായ ഒരു ഡയമെൻഷൻ മാത്രമാണ്. പക്ഷേ ഇന്ത്യയിൽ ആ രൂപത്തിൽ നിയമവാഴ്ച തകരുകയും കോടതി സംവിധാനം തകരുകയും സ്ട്രക്ചറൽ വയലൻസ് വരികയും ചെയ്തു എന്ന് വിശ്വസിച്ചാൽ പിന്നെ ഉള്ളത് റെവല്യൂഷൻ മാത്രമാണ്. ആ ഒരു രീതിയിലേക്ക് ഒന്നും ഭാരതത്തിൻ്റെ ഒരു വ്യവസ്ഥ എത്തിയിട്ടുണ്ട് എന്ന് കരുതുന്ന നിമിഷങ്ങളല്ലത്. അതുകൊണ്ടാണ് ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ശരിയായ ഒരു ദിശയിൽ തന്നെയാണ് പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. തങ്ങൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നു, ഇപ്പോഴും തങ്ങൾക്ക് ഭരണഘടനയെ വിശ്വാസമുണ്ട്. അതിനർത്ഥം എന്താ? കോടതിയെ വിശ്വാസമുണ്ട്, ഭരണഘടന സംരക്ഷിച്ചുകൊള്ളും. അങ്ങനെയെങ്കിൽ
ഭരണഘടനാ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും പോരായ്മ വന്നാൽ അത് ജനങ്ങളോട് പറയുന്നു, ജനകീയ പ്രതിരോധം ഒരുക്കുന്നു. ഈ ജനകീയ പ്രതിരോധം ഒരുക്കുന്നത് ഒരു ഡയമെൻഷൻ മാത്രമാണ്. തീർച്ചയായും തെരുവുകളിൽ പ്രതിഷേധം ഉയരണം. വോട്ട് ചോരി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി 16 ദിവസം നീണ്ടുനിന്ന വോട്ട് ചോരി യാത്ര ബീഹാറിൽ നടത്തി. അതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യ ഭാഗം. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വോട്ട് ചോരി യാത്രയുമായി തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ബീഹാറിന്റെ തെരുവുകളിൽ നിറഞ്ഞു നിന്നു. സാമാന്യം നല്ല ആൾക്കൂട്ടത്തെ സ്വാംശീകരിക്കുകയും ചെയ്തു, ആകർഷിക്കുകയും ചെയ്തു. പിന്നെ പെട്ടെന്ന് അതേക്കുറിച്ചുള്ള റിട്ടറിക്ക് മറക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കേണ്ട നാളെ രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് ജനം പോകുന്നതിന് തൊട്ട് തലേന്ന് സമയത്തെ വീണ്ടും ജനങ്ങളിലേക്ക് എത്തുകയാണ്. മാധ്യമങ്ങളിലൂടെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ സഹായത്തോടു കൂടി തൻ്റെ തോളറ്റം പൊക്കമുള്ള ഒരു അട്ടി പേപ്പറുകളുടെ സഹായത്തോടു കൂടി അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് വിശദീകരിക്കാനുള്ളത് ജനങ്ങളോടാണ്. അതൊരു ജനകീയ കോടതി എന്നൊരു കോൺസെപ്റ്റാണ്. അത് തെറ്റൊന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രതിപക്ഷ നേതാവിന് പാർലമെന്റിനുള്ളിലും പുറത്തും കാര്യങ്ങൾ പറയാനുള്ള ചുമതലയുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പലപ്പോഴും പാർലമെന്റിനുള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായി ഭരണപക്ഷത്തെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തോട് ഭരണപക്ഷക്കാർ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: താങ്കൾക്ക് ധൈര്യമുണ്ടോ പാർലമെന്റിന്റെ പുറത്തിറങ്ങി വന്ന് ഈ കാര്യം പറയാൻ, ഈ ആരോപണം ഉന്നയിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അത് ശരിയല്ലേ? കാരണം അങ്ങനെയെങ്കിൽ അപകീർത്തി പരാമർശമുണ്ടാകാം, അപകീർത്തി കേസ് ഉണ്ടാകാം, മറ്റ് കേസുകൾ ഉണ്ടാകാം, പല തരത്തിലുള്ള കേസുകൾ ഉണ്ടാകാം. പക്ഷേ രാഹുൽ ഗാന്ധി ഏതാണ്ട് പൂർണ്ണ ആർജവത്തോടു കൂടി തന്നെയാണ്, നിങ്ങൾ എനിക്കെതിരെ കേസ് എടുക്കുന്നെങ്കിൽ എടുത്തോളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതിനുള്ള തെളിവുകളുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തി കേസ് ഉൾപ്പെടെയുള്ള മറ്റ് പല വ്യാജരേഖ ചമയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കാം. തീർച്ചയായും ഇത്രയും പേരുകൾ പറഞ്ഞിരിക്കുകയാണ്, ഇത്രയും രേഖകൾ കൊടുക്കുകയാണ്, അത് വ്യാജരേഖയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിക്കോ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും ഇന്ത്യൻ പൗരന് രാഹുൽ ഗാന്ധിക്കെതിരെ സമീപിക്കാൻ ഇടപെടാമല്ലോ. വ്യാജമാണെങ്കിൽ വ്യാജ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാം. അവരിടപെടുന്നില്ലല്ലോ, അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രാഹുൽ ഗാന്ധിയോ മറ്റാരെങ്കിലോ പറയുന്നതിന് മറുപടി പറയാൻ തങ്ങൾ ആ രീതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല. കൃത്യമായ തങ്ങളോട് ചോദ്യം ചോദിക്കുന്ന, തങ്ങൾക്ക് പരാതി എഴുത്തരുന്ന, ഘടനാപരമായ രീതിയിൽ തങ്ങൾക്ക് പരാതി സമർപ്പിക്കുന്ന ആ പരാതികൾ അന്വേഷിക്കാൻ മാത്രമേ വ്യവസ്ഥ അനുഭവിക്കുന്നുള്ളൂ. ഒരുപക്ഷെ നമ്മൾ അത് മുഖവിലക്കെടുക്കുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ആ ഒരു വാദഗതിയെ നമ്മൾ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇലക്ഷൻ കമ്മീഷന്റെ ധാർമ്മികതയാണ്. പിന്നെ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി? കഴിഞ്ഞ 2 പ്രാവശ്യം വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കൃത്യമായ വിവരങ്ങളല്ലല്ലോ പറഞ്ഞത്. എങ്ങും തൊടാത്ത മറുപടികളാണ്. ഇത് വ്യാജ ആരോപണങ്ങളാണ് എന്ന് പറയുമ്പോൾ കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത ആരോപണം 1, 2, 3, 4 ഇന്ന ആരോപണം ഇന്ന കാരണത്താൽ തെറ്റാണ്, ശരിയായ രേഖകൾ ഇതാ തങ്ങൾ ഹാജരാക്കുന്നു എന്ന് പറയുന്നതിന് പോലെ അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിച്ചു കൂട്ടരുത്. തങ്ങൾ ഇത് പറയാൻ ബാധ്യസ്ഥ, തങ്ങൾക്ക് നൽകുന്ന പരാതിക്കുള്ള മറുപടി മാത്രം പറയാനാണ് തങ്ങൾ ബാധ്യസ്ഥർ എന്ന നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കേണ്ടത്. ജിൻഡോ എന്താ പറയാൻ വന്നു? എന്താണ് സമയം കഴിഞ്ഞു? അതുകൊണ്ടാണ് എനിക്കൊരു 30 സെക്കൻഡ് മതി. ഒറ്റ കാര്യമുള്ളൂ. ഈ ഭരണഘടനയിൽ ഈ പൗരന്മാർക്ക് മുഴുവൻ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ കോടതി വിധികളിലും 100% വിശ്വാസമുണ്ടെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. കാരണം നമുക്ക് ആനുകാലികമായി പല കോടതി വിധികളിലും അത്തരത്തിൽ നമ്മൾ മുമ്പോട്ട് നയിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടി പറയാം. രാജ്യം വിവരാവകാശ നിയമം പാസ്സാക്കപ്പെട്ട ഒരു രാജ്യമാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയുടെ രാജ്യത്ത് ഈ ഹരിയാനയിലെ വോട്ടിംഗ് കൃത്രിമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ CCTV ദൃശ്യങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ കോടതിയിൽ കേസുമായി പോയപ്പോൾ ആ നിയമം തന്നെ മാറ്റിയ സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് കോടതി മുറികളിലും വരാന്തകളും മാത്രമല്ല പരിഹാര മാർഗം എന്നുള്ളി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് ഹരിയാന തെരഞ്ഞെടുപ്പിൽ തന്നെ EVM-വുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റൊരു കേസിന് പോയപ്പോൾ റീകൗണ്ട് നടത്തിയപ്പോൾ ജയിച്ച BJP-കാരൻ തോക്കുകയും തോറ്റ കോൺഗ്രസ്സുകാരൻ ജയിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടുത്തെ വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ വോട്ടർ പട്ടിക ഉൾപ്പെടെ ഇവിടുത്തെ സകല സംവിധാനങ്ങളും ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ ഉൾപ്പെടെ നരേന്ദ്രമോദി ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, എന്തായാലും രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുള്ള വലിയ ആശങ്ക പങ്കുവെക്കുന്ന ഒരു സമയത്ത് അതിനെ നോക്കി ഊറിച്ചിരിക്കുന്ന, അതിന് നേരെ പരിഹാസച്ചിരി ഉതിർക്കുന്ന ആളുകളും ഈ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ്, പ്രകാശ് മാസ്റ്റർ, ജിൻഡോ ജോൺ, ശ്രീ മോഹൻ വർഗീസ്.